അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി നടക്കുകയാണ്. അപ്പോഴാണ് അന്ന് മദീന ഭരിക്കുന്ന രാജാവ് സ്വപ്നത്തിൽ കാണുന്ന ആരെയാണ് കാണുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. എന്താണ് ഹബീബായ തങ്ങൾ പറയുന്നത്? ഈ രാജാവിനോട് തങ്ങളെ നിർദ്ദേശമാണ്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന അബ്ദുർ റഷീദ് എന്നു പേരുള്ള ഒരാൾ ബഗ്ദാദിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി, എന്റെ സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അയാളും മദീനത്തെത്തണ്ട എന്റെ റൗളന്റെ അടുക്ക് എത്തിയാൽ ഞാൻ അയാളെ ഈ റൗളന്ന് എഴുന്നേറ്റ് അയാളെ സ്വീകരിക്കേണ്ടി വരും. അത്ര മഹബത്താണ്, അത്ര വലിയ ഇഷ്ടമാണ്. എല്ലാറ്റിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന പ്രിയങ്കരനായ ഒരു ആശിഖാണ്. അതുകൊണ്ട് അബ്ദുർ റഷീദ് ഇവിടെ വന്നാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അബ്ദുർ റഷീദ് ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ മദീനയുടെ ബൗണ്ടറിയിൽ അയാളെ തടയണം, ഇങ്ങോട്ട് കയറ്റിവിടണ്ട. സുബ്ഹാന ജല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിടുകയാണ്. മദീനയുടെ ബൗണ്ടറിയിൽ കാവലേർപ്പെടുത്തുകയാണ്. വരുന്ന ആളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോടൊക്കെ വിവരശേഖരണം നടത്തുകയാണ്. ആളുകളോടൊക്കെ ഐഡന്റിറ്റി ചോദിക്കുകയാണ്. ആളുകളോടൊക്കെയും നന്നായി ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ ആളെ കടത്തിവിടുന്നുള്ളൂ. ഈ വിവരം മനസ്സിലാകാതെ മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ ഇഷ്ടഭാജനമായ തന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് എത്ര കാലമായി സ്വലാത്ത് ചൊല്ലുന്നു, എത്ര കാലമായി കൽബിൽ കൊണ്ടു നടക്കുന്നു ആശ. ഇപ്പോൾ അത് പൂവണിയുകയാണല്ലോ. ഈ നടത്തത്തിനെന്തൊരു സുഗന്ധമാണ് നബിയേ. കാലിന് ചെരുപ്പില്ലാതെ മണലുകൾ ചവിട്ടുമ്പോൾ, കല്ലുകൾ ചവിട്ടുമ്പോൾ ആ വേദനക്കും എന്തൊരു സന്തോഷമാണ് നബിയേ. ആ പരിശുദ്ധമായ നടത്തം, ആ പരിശുദ്ധമായ സഞ്ചാരം, അതേ ഇഷ്ടപ്പെട്ട കാമുകനിലേക്ക് നടക്കുമ്പോഴുള്ള സന്തോഷം, ഇഷ്ടപ്പെട്ട ഏറ്റവും താല്പര്യമുള്ള സ്ഥലത്തേക്ക് നടക്കുമ്പോഴുള്ള സന്തോഷം. ചെരുപ്പ് വേണ്ട, ചൂട് പ്രശ്നമല്ല, തണുപ്പ് പ്രശ്നമല്ല, ഭക്ഷണം പ്രശ്നമല്ല, വെള്ളം പ്രശ്നമല്ല, ഒന്നും വിഷയമല്ല. അങ്ങനെ നടന്നു വരുമ്പോൾ മദീനയിൽ ചെക്കിംഗ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഓരോരുത്തരുടെയും പേര് ചോദിച്ചിട്ടാണ് കടത്തിവിടുന്നത്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നടന്ന് മദീന ബൗണ്ടറിയിലെത്തിയപ്പോൾ അവിടെ അതാ നിൽക്കുന്നു ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ. അവർ ചോദിക്കുന്നു, നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അബ്ദുർ റഷീദ്. നിങ്ങളുടെ നാടെവിടെയാണ്? എന്റെ നാട് ബഗ്ദാദാണ്. നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല, നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല. സുബ്ഹാനല്ലാഹ്, എന്തേ എനിക്ക് പ്രവേശനം തടയപ്പെട്ടത്? ഞാനൊരു കുറ്റവാളിയല്ലല്ലോ, ഞാനൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല, ഞാൻ എന്തെങ്കിലും ഒരു കേസിലെ പ്രതിയല്ലല്ലോ. മദീന തടയാൻ എന്തേ? കാരണം ഞാൻ ആദ്യമായി മദീനയിൽ വരുന്ന ആളാണ്. എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ് വരുന്നത്, മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തേ എന്നെ മദീനയിൽ കയറ്റാതെ തടയുന്നത്? അതൊന്നും ഞങ്ങൾക്കറിയൂല, മുകളിൽ നിന്നുള്ള ഓർഡറാണ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തിരിച്ചു നടന്നു വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ച് കയറാൻ നോക്കുമ്പോ
അവിടെയുമുണ്ട് ഉദ്യോഗസ്ഥന്മാര്. ചോദിക്കുന്നു, നിങ്ങളെ പേരെന്താണ്? കളവ് പറയാനൊക്കുമോ? എന്റെ പേര് അബ്ദുർ റഷീദ് എന്നാണ്. നാടെവിടെയാണ്? ബഗ്ദാദ്. നിങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങളെ മദീനത്ത് കയറ്റണ്ടെന്നാണ് നിർദ്ദേശമുള്ളത്. കാരണം ഞങ്ങൾക്കറിയില്ല. യാ റബ്ബനാ, മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ മെല്ലെ മെല്ലെ തിരിഞ്ഞങ്ങ് നടന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരഞ്ഞു വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്. ഇതെന്താണ്? എന്തൊരു പരീക്ഷണമാണ് നബിയേ. എന്റെ കൽബിൽ ഞാൻ എത്ര വർഷമായി നബിയേ ഈ ഒരു വേളക്ക് വേണ്ടി ഈ പരിശുദ്ധമായ നാട്ടിലെത്താൻ എത്ര കാലമായി നബിയെ കൊതിക്കുന്നു, എത്ര കാലമായി നബിയെ ആശ വെക്കുന്നു, എത്ര കാലമായി നബിയെ കാത്തിരിക്കുന്നു. ഈ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാനൊരു ചെരുപ്പ് പോലും ധരിക്കാതെ ബഗ്ദാദിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മദീനയിലെത്തിയപ്പോൾ ഈ പട്ടാളക്കാരെന്നെ കയറ്റിവിടുന്നില്ല നബിയേ. ഈ പട്ടാളക്കാരെന്നെ കടത്തിവിടുന്നില്ല നബിയേ. ഞാൻ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്തിന് വന്നതാണെന്ന് പറഞ്ഞിട്ടും ഇവര് കടത്തിവിടുന്നില്ല നബിയേ. എന്നെ എന്തേ മദീനയിലേക്ക് കടത്താത്തത്? എത്രയോ ആളുകൾ മദീനയിൽ വന്നിട്ട് അവര് വിജയിച്ചു പോയി നബിയേ. മദീനയിലെത്തിയിട്ടവര് വിജയിച്ചു നബിയേ. സാധുവായ ഞാൻ എന്റെ കാലൊന്ന് മദീനയിലെ മണലിൽ ചവിട്ടാൻ അനുവദിക്കാതെ, പാവപ്പെട്ട അബ്ദുർ റഷീദിനെ മദീനയുടെ മണലൊന്ന് ചവിട്ടാൻ അനുവദിക്കാതെ, മദീനയിലെ സുഗന്ധമൊന്ന് എനിക്ക് ആസ്വദിക്കാൻ അവസരം തരാതെ, മദീന കാണാൻ അവസരം തരാതെ തിരിച്ചയക്കുന്നത് എന്തിനാണ് നബിയേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു ദുആ പറയുകയാണ്, സങ്കടം പറയാണ്. കുറെ സമയം ഇരിക്കുമ്പോഴാണ് അതാ മദീന അതിർത്തിയിലേക്ക് ഒരു ഉന്തുവണ്ടിക്കാരൻ ഇങ്ങനെ വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അയാള് പുറത്തുപോയി മരം മുറിച്ചു കൊണ്ടുവന്ന് മദീനയിലെ മാർക്കറ്റിലും അതുപോലെ വീടുകളിലൊക്കെ വിറക് വിൽക്കുന്ന കച്ചവടക്കാരനാണ്. അയാൾ ഉന്തുവണ്ടിയിൽ മരം കെട്ടിയിട്ട് ലോഡ് ചെയ്ത് ഇങ്ങനെ ഉന്തി മദീനയിലെ ടൗണിലേക്ക് വരികയാണ്, മാർക്കറ്റിലേക്ക് വരികയാണല്ലേ, വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി മദീനയുടെ അതിർത്തി കടക്കാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ അയാളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് സലാം പറഞ്ഞു. വഅലൈക്കുമുസ്സലാം. അയാൾ സലാം മടക്കി. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ ചോദിക്കും, നിങ്ങൾ മദീനയിലേക്കല്ലേ? അതെ, ഞാൻ മദീനയിലേക്കാണ്. ഓ സഹോദരാ, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? അയാൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? സഹോദരാ, ഞാൻ ബഗ്ദാദിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നവനാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ പേര് ചോദിച്ചെന്നെ മടക്കി അയക്കുകയാണ്. എന്നെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല, എന്നെ മദീനയിലേക്ക് സിയാറത്തിന് അനുവാദം തരുന്നില്ല. എന്തിനാ കാരണം എനിക്കറിയില്ല. ഞാനൊരു കുറ്റവും ചെയ്ത് ഒരു തെറ്റ് ചെയ്ത കുറ്റവാളിയല്ല, എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നയാളുമല്ല. പിന്നെന്തിനാണ് മടക്കുന്നതെന്നറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? ഈ വിറക് വണ്ടിക്കാരൻ ചോദിക്കുന്ന, അല്ല സഹോദര, ഞാൻ നിങ്ങളെങ്ങനെ സഹായിക്കണോന്നാ നിങ്ങൾ പറയുന്നത്? എനിക്കെന്ത് സഹായം ചെയ്യാനാണ് പറ്റുക? മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ വിറക് വണ്ടിക്കാരനോട് വിചിത്രമായ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നിങ്ങളെ വസ്ത്രം മാറ്റിയിട്ട് എന്റെ വസ്ത്രം ഇടൂ, അങ്ങനെ പേര് മാറ്റി പോകാമെന്നല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരാ, നിങ്ങൾ ഈ വിറകിന്റെ കെട്ടൊന്നഴിക്കുമോ?
നിങ്ങൾ ഈ വിറകിന്റെ കെട്ടൊന്നഴിക്കുമോ? ആ വിറകിന്റെ കെട്ടഴിച്ചിട്ട് അതിന്റെ മേൽഭാഗത്തുനിന്ന് 2 വിറകിന്റെ കൊള്ളിയെടുത്ത് താഴെയിട്ടാൽ ഞാൻ അതിന്റെ മേലെ കയറി കിടക്കാം. ആരും കാണാതിരിക്കാൻ 1-2 വിറകിന്റെ കൊള്ളി വെച്ച് എന്നെ അങ്ങ് മൂടിയിട്ട് ഈ മദീനയുടെ അതിർത്തി വരെ നിങ്ങളൊന്ന് വലിച്ചിട്ട് ആ ചെക്കിംഗ് പോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തുറന്നു വിടുമോ? എനിക്കെന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കെന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാനാ, തങ്ങളെ സിയാറത്ത് ചെയ്യാനാ ഒരുപാട് ആശ വെച്ചിട്ട് നടന്നു വന്നവനാണ് സുഹൃത്തേ. ഒന്ന് സഹായിക്കുമോ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചോദ്യമല്ലേ? സാമ്പത്തികമല്ല, വേറെന്തെങ്കിലും ദുനിയാവിന്റെ ഒരു ലക്ഷ്യമല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തിന് വന്നതാണ്. ഞാൻ ശ്രമിക്കാം. അദ്ദേഹം സമ്മതിക്കുകയാണ്. വിറകിന്റെ കെട്ടഴിക്കുകയാണ്. വിറകിന്റെ കെട്ടഴിച്ചിട്ട് അതിന്റെ മേലെ ഒരൽപ്പം വിറക് മാറ്റിയിട്ട് മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ കിടക്കുകയാണ്. അതിന്റെ മേലെ ആരും കാണാതെ നിലക്കൊന്നു മറച്ചിട്ട് ചെറിയ നിലക്കൊരു കെട്ടും കൊടുത്തിട്ട് ഉന്തുവണ്ടിക്കാരൻ ഉന്തുവണ്ടി വലിച്ച് 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 ഇലൽ മദീന ഇലൽ മദീന മജ്ലിസിലൂടെ ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഉന്തുവണ്ടിക്കാരൻ ഇലൽ മദീന മദീനയിലേക്ക് സഞ്ചരിക്കുകയാണ്. അതാ ചെക്കിംഗ് പോസ്റ്റ് എത്തിയപ്പോൾ ഈ ഉന്തുവണ്ടിക്കാരനോട് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉന്തുവണ്ടിക്കാരൻ അയാളെ പേര് പറയാണ്. എന്റെ പേര് മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്. ഉന്തുവണ്ടിക്കാരനും ഞെട്ടി, പട്ടാളക്കാരനും ഞെട്ടി. വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്നതാ പതിഞ്ഞ ഒരു ശബ്ദം, സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല ജലാലു. ഉന്തുവണ്ടിക്കാരൻ പറഞ്ഞത് അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. പക്ഷേ വിറക് കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാനാരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ കുത്തിവച്ച മഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10,000 ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹകാവ്യം എഴുതുന്ന മഹാൻ. കലമുകൊണ്ടെഴുതുന്നതല്ല, കൽബ് കൊണ്ടെഴുതുകയാണ്. മനസ്സിന്റെ പേന കൊണ്ടെഴുതുകയാണ് മഹാന്മാർ. അതേ, കൽബിന്റെ നാവ് കൊണ്ട് പാടുകയാണ് മഹാന്മാർ. കൽബിന്റെ നാവ് കൊണ്ട് വർണ്ണിക്കുകയാണ് മഹാന്മാർ. സുബ്ഹാന ജല്ല. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ ശ്വാസമടക്കി പിടിച്ച് വിറകിന്റെ കെട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മെല്ലെ മെല്ലെ സ്വലാത്ത് ചൊല്ലി മദീനയിലെത്തുമെന്ന പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുഹമ്മദ് എന്ന പേര് കേൾക്കുന്നത്. പറഞ്ഞത് വിറക് വണ്ടിക്കാരന്റെ പേരാണ്, പക്ഷെ കേട്ടത് മുത്തുനബിന്റെ പേരാണ്. അറിയാതെ പറഞ്ഞുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. വിറക് വണ്ടിക്കാരനോട് പട്ടാളക്കാരൻ ചോദിക്കുന്ന, ആരടാ വിറകിന്റെ ഉള്ളില്? ആരാണ് കള്ളക്കടത്ത് നടത്തുന്നത്? ആരെയാണടാ മനുഷ്യക്കടത്ത് നടത്തുന്നത്? ആരാണതിന്റെ ഉള്ളിലുള്ളത്? പേടിച്ചു വിറച്ച വിറക് വണ്ടിക്കാരനോട് പറയുന്നു, വണ്ടിയുടെ കെട്ടഴിക്കണം. കെട്ടഴിച്ചു നോക്കുമ്പോ ക്ഷീണിതനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളെ താഴെ ഇറക്കുകയാണ്.
ചോദിക്കുന്നു പട്ടാളക്കാരൻ നിന്റെ പേരെന്താണ്? അബ്ദുർ റഷീദ്. നാടെവിടെയാണ്? ബഗ്ദാദ്. യാ റബ്ബനാ, പട്ടാളക്കാരന്റെ വാക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങൾക്ക് പ്രവേശനമില്ല. യാ റബ്ബനാ, അതെന്തൊരു ഇഷ്കാണ്, അതെന്തൊരു മഹബത്താണ്, എന്തൊരു അനുരാഗമാണ്, എന്തൊരു ഖൽബിന്റെ ഇമ്പമാണ്, ഇഷ്കാണ്, ആനന്ദമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അഫല്ലാഹു അന്നി കം ഉവദ്ദിഉ റാഹിലാ ഇലൈഹി വമാലി ലിൽ ഹബീബി മുവദ്ദിഉ. അഹിത്തു ഇലൈക്കും ഇൻദക്കും ലി അമാനത്തുൻ അദാഉൻ സലാമി ലിൽ ഹബീബി യുശയ്യഉ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സായിരീങ്ങളെ വിളിക്കുകയാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ വല്ലാതെ സങ്കടത്തിൽ വരികയാണ്. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ മദീന കാണാതെ തിരിച്ചു നടക്കുകയാണ്. ഇല്ല ഇല്ല, സമ്മതം കിട്ടിയില്ല. ഇല്ല ഇല്ല, മദീനയിലേക്ക് കയറാൻ പറ്റിയില്ല. മഹാനവറുകൾ അതുകൊണ്ട് പറയാണ്, അഹിത്തു ഇലൈക്കും ഇൻദക്കും ലി അമാനത്തുൻ അദാഉ സലാമി ലിൽ ഹബീബി യുശയ്യഉ. ഊസിക്കും യാ മൻ യദ്ഹബൂന ഇലർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ സിയാറത്തിന് പോകുന്ന, മുത്തുനബിയെ സിയാറത്തിന് പോകുന്ന ആശിഖീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സിയാറത്തിന് പോകുന്ന ജനങ്ങളെ, ഇൻദക്കും ലീ അമാന, നിങ്ങൾക്ക് ഞാനൊരു അമാനത്ത് തരികയാണ്, നിങ്ങൾക്ക് ഞാനൊരു അമാനത്ത് ഏൽപ്പിക്കുകയാണ്. അദാഉ സലാമി ലിൽ ഹബീബി യുശയ്യഉ. പാവപ്പെട്ട അബ്ദുർ റഷീദിന്റെ സലാമൊന്ന് പറയണേ ജനങ്ങളെ. മദീനയിൽ പോകുന്നവരെ, മദീനയിൽ പോകുന്നവരെ, എൻ്റെ ഹബീബായ തങ്ങളുണ്ടവിടെ, എൻ്റെ മുത്തായ തങ്ങളുണ്ടവിടെ. ആ തങ്ങൾക്ക് എൻ്റെ സലാം നിങ്ങളൊരമാനത്തായി ഏറ്റെടുക്കണേ. അഹിത്തു ഇലൈക്കും ഇൻദക്കും ലി അമാനത്തുൻ അദാഉ സലാമി ലിൽ ഹബീബി യുശയ്യഉ. നിങ്ങൾ മദീനത്തെത്തിയാൽ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാമൊന്ന് പറയണേ. എന്നിട്ട് പറയണേ, ഫല്ലാഹു അന്നി കം ഉവദ്ദിഉ റാഹിലാ ഇലൈഹി വമാലി ലിൽ ഹബീബി മുവദ്ദിഉ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അഫൂ തരട്ടെ. കം ഉവദ്ദിഉ റാഹിലാ, എത്രയാളുകളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞാൻ യാത്രയാക്കിയത്. എത്രയാളുകളെയാണ് അല്ലാഹ് തങ്ങളെ സവിധത്തിലേക്ക് ഞാൻ യാത്രയാക്കിയത്. എത്ര വാഹനക്കാരെയാണ് ഞാൻ പറഞ്ഞയച്ചത്. എത്രയാളുകളെയാണ് മദീന ദൃശ്യമാക്കി സഞ്ചരിപ്പിച്ചത്. പക്ഷേ വമാലി ലിൽ ഹബീബി മുവദ്ദിഉ, എനിക്ക് എൻ്റെ
എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, തങ്ങളുടെ പരിശുദ്ധമായ നാട് കാണാൻ ലം യുവഫഖ്നി അല്ലാഹു തആല അൻ ഉറഹില ഇലൈഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സഞ്ചരിച്ചെത്താൻ എൻ്റെ റബ്ബെനിക്ക് തൗഫീഖ് തന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളും മദീനയിൽ പോകുമ്പോൾ പാവപ്പെട്ട അബ്ദുർ റഷീദിന്റെ സലാം ഒന്ന് കൂടെ കരുതണേ. പാവപ്പെട്ട അബ്ദുർ റഷീദിന്റെ സലാം ഒരു അമാനത്തായി കൊണ്ടുപോകണേ. എൻ്റെ ഹബീബായ തങ്ങൾക്ക് എൻ്റെ സലാം ഒന്ന് കൈമാറണേ.